ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തുറവൂർ ടി ഡി അമ്പലത്തിലേക്കാണ് കേട്ടോ. രാവിലെ ഏകദേശം 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈശാൻകുട്ടിനെ സ്കൂളിലാക്കിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇത് പോകുന്ന വഴി കുറേ ചേച്ചിമാരുണ്ട് കേട്ടോ. നമ്മളുടെ അപ്പുറത്തുള്ള ചേച്ചിമാരൊക്കെ തൊഴിലുറപ്പ് ജോലിക്ക് പോവാണേ. അവർക്ക് എന്തോ വൃക്ഷത്തൈ വിതരണമാണ് ഇന്ന് ജോലിയാണ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ചെറിയ ചെടികൾ, തൈകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വിതരണം ചെയ്യാനായിട്ട്, ഓരോരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കപ്പ വണ്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും കപ്പ എന്താ വില എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുവാണേ. രാവിലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് എല്ലാവരും കണ്ട വിശേഷം ചോദിക്കാതെ മിണ്ടാതെ പറയാതെ പോകാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതേ അമ്പലത്തിലേക്ക് പോകണം. നമ്മുടെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ദൂരത്തേക്കേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. തുറവൂർ ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്റർ പോയാൽ നമുക്ക് ടി ഡി അമ്പലത്തിലേക്ക് എത്താം കേട്ടോ. ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രം. എന്നാലും എല്ലാവരും ടി ഡി ടെമ്പിൾ എന്ന് പറഞ്ഞാലാണ്, ടി ഡി അമ്പലം എന്ന് പറഞ്ഞാലാണ് അറിയത്തുള്ളൂ. ടി ഡി അമ്പലത്തിന് ഒരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ പ്രധാന ഒരു GSB കേന്ദ്രം. GSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗഡ സാരസ്വത ബ്രാഹ്മിൺസ്. ഗൗഡ സാരസ്വത ബ്രാഹ്മിൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ആ ഒരു കാസ്റ്റിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബറായ ടെക് ട്രാവലീറ്റിലെ സുജിത് ഭക്തനും ശ്വേതാ ഭക്തനും അവരൊക്കെ ഈ കാസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ GSB കേന്ദ്രമാണ്, GSBക്കാരുടെ അമ്പലമാണ് ടി ഡി അമ്പലം, തിരുമല ദേവസ്വം അതായത്. അപ്പോൾ ഇതിന് ചരിത്രം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഒരു നല്ല വ്യവസായിയും നരസിംഹ ഭക്തനുമായ ശ്രീ റാവൽ നായ്ക്കർ, അദ്ദേഹം തുറവൂരിൽ താമസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ എല്ലാ ദിവസവും ഇദ്ദേഹം വടക്കനപ്പം ക്ഷേത്രത്തിൽ, നമ്മുടെ തുറവൂർ അമ്പലത്തിൽ മുടങ്ങാതെ പോകുമായിരുന്നു അന്ന്. അപ്പോൾ അക്കാലത്ത് ഈ GSB, ഈ ബ്രാഹ്മിൺസ്, ഗൗഡ സരസ്വത ബ്രാഹ്മിൺസിൻ്റെ ആ അമ്പലങ്ങളിൽ മാത്രമേ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ മറ്റ് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോയാൽ അവരെ അകത്ത് ദർശനം നടത്താനൊന്നും അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പുറത്തു നിന്ന് തൊഴുകയും ദീപാരാധന കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ഈ പ്രവൃത്തിയും ഇദ്ദേഹത്തെ ഒന്നും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഈ പൂജാരിമാർ ക്ഷേത്രം നേരത്തെ അടച്ചു. ഇദ്ദേഹം തൊഴാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് നട അടച്ചിരിക്കുന്ന പ്രസാദം പോലും കൊടുത്തില്ല. അദ്ദേഹത്തിന് അപ്പോൾ ഭയങ്കര വിഷമമായി. ഒത്തിരി സങ്കടത്തോടെ അദ്ദേഹം അന്ന് ആ ക്ഷേത്രത്തിന് പുറത്തു വന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം വരികയും ആ പ്രകാശം അദ്ദേഹത്തോട് പടിഞ്ഞാറേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ ആ പ്രകാശം നീങ്ങി അതിൻ്റെ പുറകെ അദ്ദേഹം പോവുകയും ഇപ്പോൾ ഈ ക്ഷേത്രം നിന്നിരിക്കുന്ന ഈ സ്ഥലത്ത് അവിടെ വന്നപ്പോഴത്തേക്കും ആ പ്രകാശം അപ്രത്യക്ഷമാവുകയും ചെയ്തെന്നാണ്. അപ്പോൾ അവിടെ പ്രതിഷ്ഠ നടത്തൂ എന്നാരോ അദ്ദേഹത്തിനോട് പറയുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ഉടനെ തന്നെ അവിടെ വെച്ച് 2 ശില്പികൾ അദ്ദേഹം കണ്ടുമുട്ടുകയും അവരോട് അദ്ദേഹം ഒരു നരസിംഹ വിഗ്രഹം ഉണ്ടാക്കി തരാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ 2 ശില്പികളും കൂടെ അവിടെ ഒരു ശില്പാലയം ഉണ്ടാക്കി വിഗ്രഹത്തിൻ്റെ ജോലികൾ ആരംഭിച്ചു. നമ്മുടെ റാവൽ നായ്ക്കൽ അവിടെ പുറത്ത് കാത്തിരിക്കാനും തുടങ്ങി. ഒത്തിരി നേരം കഴിഞ്ഞിട്ടും ഇവിടെ അനക്കമൊന്നും കേൾക്കാതായപ്പോഴത്തേക്കും അദ്ദേഹം അതിൻ്റെ അകത്ത് കയറി നോക്കിയപ്പോഴത്തേക്കും ഈ ശില്പികളെ കാണുന്നില്ല, പകരം 2 വിഗ്രഹങ്ങളും അവിടെ കണ്ടു. ഉഗ്ര നരസിംഹമൂർത്തിയുടെയും ലക്ഷ്മി നരസിംഹമൂർത്തിയുടെയും അങ്ങനെ 2 വിഗ്രഹങ്ങളായിരുന്നു അവിടെ കണ്ടത്. ആ ശില്പികൾ വടക്കനപ്പനും തെക്കനപ്പനും ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ അവിടെ ക്ഷേത്രമൊക്കെ പണിത് അദ്ദേഹം അവിടെ പൂജയൊക്കെ ചെയ്ത് അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കാലശേഷം, അല്ലെങ്കിൽ വയസ്സായ ശേഷം എന്തോ ആണ് തിരുമല ദേവസ്വം ഈ ക്ഷേത്രം ഏറ്റെടുക്കുന്നതും പൂജകളൊക്കെ ചെയ്യുന്നതും. ടി ഡി അമ്പലത്തിലൊരു പ്രധാന വഴിപാടാണ് മനോഹരം. നമ്മൾ മനോഹരം കഴിക്കാനാണ് ഇവിടെ വന്നത്. നമ്മൾക്കൊരു വഴിപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എണ്ണയിലും നെയ്യിലും ഈ വഴിപാട് ഇവിടെ കിട്ടും. നമ്മൾ ഡേറ്റ് ബുക്ക് ചെയ്ത് മനോഹരം വഴിപാടൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകണം. ഇത് കടലപ്പരിപ്പ് എന്തോ കൊണ്ടുവന്ന് ഭയങ്കര സ്വാദിഷ്ടമായൊരു പലഹാരമാണ് ഈ വഴിപാട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ മനോഹരം എന്ന് പറയുന്നത് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമേ ഈ വഴിപാട് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് സ്വാദാണ് ഇത്. ഒരു 3-4 ദിവസത്തോളം ഇത് നമുക്ക് കേടാകാതെ സൂക്ഷിക്കാം. ഭയങ്കര രുചികരമായിട്ടുള്ളൊരു സ്വീറ്റാണിത്. അവർ ആ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ അതിനൊരു ഭയങ്കരമായൊരു പ്രത്യേകതയാണ്. ഞാനിവിടെ വന്നിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനൊരു വഴിപാട് കേട്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. ശരിക്കും അവരതിനെ മനോഹർ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളെല്ലാവരും ഇവിടെ മനോഹരം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ശരിക്കും അവർ മനോഹർ എന്നാണ് ഈ വഴിപാടിന് പറയുന്നത്. അപ്പോൾ തുറവൂർ ഭാഗത്ത് ഈ അമ്പലത്തിലേക്കൊക്കെ വരുവാണെങ്കിൽ
ഈ വഴിപാടൊക്കെ ഒന്ന് കഴിച്ച് 450 എന്തോആണ് വഴിപാടിന്. എണ്ണയിലുള്ള പിന്നെ നെയ്യിലുള്ളതിന് കുറച്ചും കൂടെ 600 സംതിങ് രൂപയാകും. ടി ഡി അമ്പലത്തിൽ ഈ വഴിപാട് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു.